സോ ഈ ഒരു നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു സെക്ഷനിൽ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റുകളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ പ്രോഗ്രാം സൈഡിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ബ്രേക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ബേസിക്കലി നമ്മൾ പറയുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഒരു സ്പെസിഫിക് കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാം. അതായത് അതിന് താഴെ ഉള്ള സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള ബാക്കി ബോഡീസിനെ സ്കിപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിളായിട്ട് എങ്ങനെ പറയും, ഇപ്പോൾ ഒരു കുറേ പേര് ക്യൂ നിൽക്കുവാണ്, സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ കോളേജിലോ ക്യൂ നിൽക്കുവാണ്. ഓക്കെ, 1 മുതൽ 100 പേര് ക്യൂ നിൽക്കുവാണ്. സോ നമ്മൾ ഒരു കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് 10 എന്ന് പറയുന്ന അല്ലെങ്കിൽ 50 എന്ന് പറയുന്ന കൗണ്ടുള്ള ഒരാളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് വെച്ചു. സോ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് അവിടെ എനേബിൾ ആവുന്ന സമയത്ത്, അതായത് 1 മുതൽ 50 വരെ ആളുകൾ കയറിപ്പോയി. സോ 50 എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് അവിടെ ആക്റ്റീവായി. സോ ആക്റ്റീവായ സമയത്ത് 50 ആക്റ്റീവായ സമയത്ത് ആ 50നെ അവിടെ സ്കിപ്പ് ചെയ്യും. ഓക്കെ, 50നെ അവിടെ സ്കിപ്പായിട്ട് നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവുന്നില്ല. സോ 50ൽ നിന്ന് സ്കിപ്പായിട്ട് 50ൽ നിന്ന് ആ ഒരാളെ മാറ്റി നിർത്തും, അവിടെ നിന്ന് ഒരാളെ മാറ്റി നിർത്തും, പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളത് അവിടെ പ്രിന്റ് ആവും. അതായത് 50 എന്നുള്ളത് അവിടെ നിന്ന് മാറ്റി നിർത്തിയതിന് ശേഷം വീണ്ടും ആ ഒരു അകത്തേക്ക് ആളുകളെ കയറ്റി വിടുന്ന ആ ഒരു ലൂപ്പ് കണ്ടിന്യൂസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സോ 49ാമത്തെ ആളെ കയറ്റി വിട്ടു, ദെൻ അതിനുശേഷം കടത്തി വിട്ടത് 51ാമത്തെ ആളെയാണ്. അതായത് 50ാമത്തെ ആളെ അവിടെ സ്കിപ്പ് ചെയ്തു, നമ്മൾ വലിച്ച് അവിടെ നിന്ന് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്തു. സോ അതുപോലെ തന്നെയാണ് നമ്മൾ പ്രോഗ്രാമിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ വൈൽ ഇവിടെ ഒരു ലൂപ്പ്, ആ ലൂപ്പ് ട്രൂ ഓർ ഫോൾസ് ആവുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് 1 ഇവിടെ എക്സിക്യൂട്ട് ആവും. ദെൻ ഈഫ് ലൂപ്പിനകത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് ആവുന്ന സമയത്ത് ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുത്തു. ദെൻ ഇതിന് താഴെ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഈ ഒരു വൈൽ ലൂപ്പിന്റെ ഉള്ളിലേക്ക് ഇറങ്ങും. ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് പ്രാക്ടിക്കലി നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി മനസ്സിലാവും. ഇതൊരു ബ്ലോക്ക് ഓഫ് പ്രോഗ്രാമാണ്. ബ്രേക്ക് വരുന്ന സമയത്ത് ഈ താഴെയുള്ളത് പ്രിന്റ് ആവാതെ, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ബ്രേക്ക് ആണ് കൊടുത്തെങ്കിൽ ഇത് ഫുള്ളായിട്ട് ലൂപ്പിൽ നിന്ന് ഇറങ്ങും. അന്നേരം ഈ താഴെയുള്ളത് പ്രിന്റ് ആവത്തില്ല, ഇതിന് മേളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രിന്റ് ആവുന്നതെന്ന് പറഞ്ഞു. കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് കണ്ടിന്യൂ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയി, ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയി, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വർക്കായി, ഈ ഒരു ലൂപ്പ് ഈ ഒരു കണ്ടീഷൻ എനേബിൾ ആയി, ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആക്റ്റീവ് ആവുന്ന സമയത്ത് ഇതിന് താഴെയുള്ള ഈ കണ്ടിന്യൂവിന് താഴെയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം സ്കിപ്പായിട്ട് വീണ്ടും ഇത് വർക്കായിട്ട് ബാക്കി ഇതെല്ലാം അന്നേരം വർക്കാവും. ആ ഒരു സമയത്ത് മാത്രം ഇത് ഇവിടെ നിന്ന് സ്കിപ്പായിട്ട് വീണ്ടും ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് എക്സിക്യൂട്ട് ആവും. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഗ്രാം സൈഡ് ഒന്ന് എഴുതി നോക്കാം, നേരെ കുറച്ചും കൂടി മനസ്സിലാവും. ഞാൻ ആ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് മനസ്സിലാക്കുക. നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങുന്നില്ല, അവിടെയുള്ള ഇപ്പോൾ 50ാമത്തെ ഒരാളെയാണെങ്കിൽ 50ാമത്തെ ആളെ മാറ്റി നിർത്തി ബാക്കിയുള്ള ആളുകളെ, പുറകിലുള്ള ആളുകളെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പെസിഫിക് കേസ് മാത്രം അവിടെ സ്കിപ്പായി. ഓക്കെ, സോ ഞാൻ നേരത്തെ നമ്മൾ എഴുതിയ പ്രോഗ്രാം ആണ്. സോ ഞാൻ അതിനെ അൺകമാൻഡ് ചെയ്തു. സോ ഞാനിതിനെ താഴെയായിട്ട് വീണ്ടും എഴുതുവാണ്. സോ ഒന്നെങ്കിൽ നമുക്ക് ഇതന്നെ കോപ്പി ചെയ്യാം, കോപ്പി ചെയ്തിട്ട് അൺകമാൻഡ് ചെയ്യാം. സോ ഞാനിവിടെ ബ്രേക്കിന് പകരം കണ്ടിന്യൂ കൊടുക്കണം, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. അതായത് കൗണ്ട് 1, കൗണ്ടിൻ്റെ വാല്യൂ <= 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ കൗണ്ടിൻ്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുക. കൗണ്ടിൻ്റെ വാല്യൂ ഓരോന്ന് ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. സോ ഞാനിവിടെ ഹായ് എന്നുള്ളത് ഈ സ്റ്റേറ്റ്മെന്റിന്റെ താഴെ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ 1 എന്നുള്ളത് ഇവിടെ പ്രിന്റ് ആയി. ദെൻ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈഫ് കണ്ടീഷൻ ആദ്യം 1 ആണ്, സോ അത് സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഹായ് എന്നുള്ളത് പ്രിന്റ് ആവും. അങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്ത് വരും. 7 ആവുന്ന സമയത്ത് കണ്ടിന്യൂ ആണ് വർക്ക് ചെയ്യുന്നത്. സോ അന്നേരം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവത്തില്ല, വർക്ക് ആവത്തില്ല. അതായത് ഇതിന് താഴെയുള്ളത് എന്തൊക്കെയാണോ അന്നേരം അതൊന്നും വർക്ക് ആവത്തില്ല. ദെൻ വീണ്ടും അടുത്ത ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വർക്ക് ചെയ്യും, വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ 7 കഴിഞ്ഞതിന് ശേഷം ഇവിടെ 8 കഴിയുമ്പോൾ ഇത് പിന്നെയും വർക്കാവും, കാരണം ഈ ഒരു കണ്ടീഷനിലേക്ക് ഇറങ്ങുന്നില്ലല്ലോ. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, 1 പ്രിന്റായി, അതിൻ്റെ ഒപ്പം ഹായും പ്രിന്റായി, 2 പ്രിന്റായി, 3ലും ഹായ് ഉണ്ട്, 4ൽ ഹായ് ഉണ്ട്, 5ൽ ഹായ് ഉണ്ട്, 6ൽ ഹായ് ഇല്ല. 6 കഴിഞ്ഞതിന് ശേഷം ഹായ് ഇല്ല, 7 ആണ് പ്രിന്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 6 വന്നു, 6 ഇവിടെ പ്രിന്റായി, ഇവിടെ 6 പ്രിന്റായി. ദെൻ ഇവിടെ 6+1
7 ഇവിടുത്തെ വാല്യൂ 7 കഴിഞ്ഞപ്പോൾ ഈ ലൂപ്പിനകത്ത് കൗണ്ടിൻ്റെ വാല്യൂ സിക്കൽ ടു 7 വന്നു. അന്നേരം കണ്ടിന്യൂ വർക്കായി. അന്നേരം ഈ താഴെയുള്ള എന്തൊക്കെയാണോ പ്രോഗ്രാംസ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണോ ബ്ലോക്ക് ഓഫ് എന്തൊക്കെ പ്രോഗ്രാമുകൾ താഴത്തേക്ക് കൊടുത്തിട്ടുണ്ടോ അതിനെല്ലാം സ്കിപ്പ് ചെയ്യും ആ ഒരു 7ാമത്തെ സ്റ്റെപ്പിനകത്ത്. സോ ഇത് വർക്കാവത്തില്ല. ദെൻ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് 7 <= 10 ആണോ ചെക്ക് ചെയ്തു, ട്രൂ ആണ്. ദെൻ 7 പ്രിൻ്റായി. 7 പ്രിൻ്റായതിനു ശേഷം കൗണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, 8 കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആക്റ്റീവ് ആയിട്ടില്ല. ദെൻ പ്രിൻ്റ് ഹായ് എന്ന് മെസ്സേജ് ചെയ്തു. അപ്പോൾ 7 കഴിഞ്ഞിട്ട് വീണ്ടും ഹായ് വന്നിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നത്. ഇതന്നെ നമുക്ക് ഫോർ ലൂപ്പിലും കൊടുക്കാൻ പറ്റും. നേരത്തെ സെയിം സ്റ്റെപ്പ് തന്നെയാണെങ്കിൽ നമ്മളിവിടെ ബ്രേക്കിന് പകരം കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജോൺ വരുന്ന സമയത്ത് ഇതിന് താഴെ എന്തൊക്കെ കാര്യങ്ങളാണോ പ്രിൻ്റ് ഫംഗ്ഷനകത്ത് ABC ഫംഗ്ഷനകത്ത് 1. സോ ഇങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ നോക്കേണ്ടി ബിനു കഴിഞ്ഞിട്ട് ABC 1 എന്നുള്ള രീതിയിൽ പ്രിൻ്റായി. ദെൻ ABC 1, ജോസ് ABC 1. അതിനുശേഷം ജോൺ വന്ന സമയത്ത് ജോൺ പ്രിൻ്റായി. ABC 1 എന്ന് പറയുന്ന അത് പ്രിൻ്റ് ആയിട്ടില്ല, കാരണം ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ സ്കിപ്പായി അവിടെ. ദെൻ ലൂസി ABC 1 എന്നുള്ള രീതിയിൽ ബാക്കി പ്രിൻ്റായി. അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുകയാണ്. സോ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് നമുക്ക് ആ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാതെ ബാക്കി പിന്നെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്പെസിഫിക് സ്റ്റെപ്പുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.